നിങ്ങളെ മനസ്സിലാക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ലിസ നിക്കോൾസ്. ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ കാര്യം ആരെല്ലാമാണ് ബന്ധത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയെ മാത്രമല്ല, ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കണം. ജെയിംസ് റേ. നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾക്ക് സ്വയം ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റാരെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം ആസ്വദിക്കും എന്ന് കരുതുക? അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ആകർഷണ നിയമത്തിൻ്റെയും രഹസ്യത്തിൻ്റെയും സത്ത. അത് നിങ്ങൾക്ക് വളരെ വ്യക്തമാകേണ്ടിയിരിക്കുന്നു. എൻ്റെ ഈ ചോദ്യം നിങ്ങൾ ശരിക്ക് പരിഗണിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. മറ്റുള്ളവർ നിങ്ങളോട് ഏത് വിധത്തിൽ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിൽ നിങ്ങൾ നിങ്ങളോട് പെരുമാറുന്നുണ്ടോ? മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളോട് പെരുമാറുന്നില്ലെങ്കിൽ ഒന്നിനും ഒരു മാറ്റവും വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ ശക്തമായ ചിന്തകളാണ് നിങ്ങളുടെ പ്രവൃത്തികളാകുന്നത്. അതിനാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര പ്രാധാന്യമില്ല, ഒരു മതിപ്പുമില്ല. നിങ്ങൾക്ക് അർഹതയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സിഗ്നലാണ് നിങ്ങൾ പ്രസരിപ്പിക്കുക. ആ സിഗ്നൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കും. ആരും നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല എന്ന അവസ്ഥ നിങ്ങൾ തുടർച്ചയായി അനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ ചിന്തകളാണ് നിദാനം, ആളുകൾ അതിൻ്റെ പ്രഭാവം മാത്രമാണ്. നിങ്ങൾ നിങ്ങളോട് സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറാൻ തുടങ്ങണം. ആ സിഗ്നൽ പ്രസരിപ്പിക്കണം, ആ തരംഗദൈർഘ്യം കൈവരിക്കണം. അപ്പോൾ ആകർഷണ നിയമം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചലിപ്പിക്കും. നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെ കൊണ്ട് നിറയും. ധാരാളം ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാറുണ്ട്. സ്വയം ത്യാഗം ചെയ്യുന്നതിലൂടെ അവർ നല്ല വ്യക്തികളാകുന്നു എന്ന ധാരണയിലാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. തെറ്റാണത്. ത്യാഗം ചെയ്യുക എന്നത് തികഞ്ഞ പോരായ്മയുടെ ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണ്. കാരണം എല്ലാവർക്കും തികയുവോളമില്ല. അതിനാൽ ഞാൻ വേണ്ടെന്ന് വെക്കുന്നു എന്ന് പറയുന്നതുപോലെയാണ് അത്. ഇത്തരം വികാരങ്ങൾ സുഖാനുഭവം നൽകില്ല, പിന്നീട് അമർഷവും ഖേദവും ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യും. എല്ലാവർക്കും ആവശ്യമുള്ളത് സമൃദ്ധമായി ഈ പ്രപഞ്ചത്തിലുണ്ട്. അവനവന് വേണ്ടത് ആവശ്യപ്പെട്ട് വാങ്ങുക എന്നത് ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തമാണ്. മറ്റൊരാൾക്ക് വേണ്ടി ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം മറ്റൊരാൾക്ക് വേണ്ടി ചിന്തിക്കാനും വികാരം അനുഭവിക്കാനും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെ പരിചരിക്കുകയാണ് നിങ്ങളുടെ ജോലി. സുഖാനുഭവം എന്നതിന് നിങ്ങൾ മുൻഗണന നൽകുമ്പോൾ ആ വിശിഷ്ടമായ തരംഗം പ്രസരിക്കും. അത് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും സ്പർശിക്കും. ഡോക്ടർ ജോൺ ഗ്രേ. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ എനിക്ക് തരാനുണ്ട്, നിങ്ങൾ ഇനിയും കൂടുതൽ തരണം എന്ന് മറ്റൊരാളെ ചൂണ്ടിപ്പറയരുത്. പകരം നിങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ നൽകുക. ഒരർത്ഥത്തിൽ നിങ്ങൾ സ്വയം പൂർണ്ണതയോളം നിറയ്ക്കുക. അപ്പോൾ നിറഞ്ഞു കവിഞ്ഞ് ദാനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. സ്നേഹം നേടണമെങ്കിൽ സ്വയം സ്നേഹം കൊണ്ട് നിറയ്ക്കുക, നിങ്ങൾ ഒരു കാന്തമായി മാറുന്നതുവരെ. ചാൾസ് ഹാനൽ. നമ്മളിൽ പലരും സ്വന്തം കാര്യം ഏറ്റവും അവസാനം പരിഗണിക്കുക എന്ന് പഠിച്ചു വളർന്നവരാണ്. അതിൻ്റെ ഫലമായി നമ്മൾ മതിപ്പില്ലാത്തവരാണ്, അർഹതയില്ലാത്തവരാണ് എന്ന വികാരത്തെ ആകർഷിച്ചു. ആ വികാരം നമ്മുടെ ഉള്ളിൽ കുടിയേറിയതോടെ സമാനമായ സാഹചര്യങ്ങൾ കൂടുതലായി വന്നു ചേരാൻ തുടങ്ങി. അതുകാരണം നമ്മൾ വില കുറഞ്ഞവരും ഇല്ലാത്തവരുമാണെന്ന വികാരം കൂടുതൽ അനുഭവപ്പെടാനും തുടങ്ങി. ആ ചിന്താരീതി മാറ്റിയേ പറ്റൂ. അളവറ്റ സ്നേഹം അവനവന് തന്നെ നൽകുക എന്ന ആശയം കഠിനവും ക്രൂരവുമാണെന്ന് ചിലർക്കെങ്കിലും തീർച്ചയായും തോന്നുന്നുണ്ടാവും. അനന്തമായ ശക്തിയുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഒന്നാമതെത്തുമ്പോൾ രണ്ടാമതെത്തുന്നയാൾക്ക് മൂല്യമേറുകയാണ്. രണ്ടാമത്തേതിന് സ്ഥായിയായ ഗുണം ലഭിക്കാൻ അത് മാത്രമാണ് മാർഗമെന്നും നാം മനസ്സിലാക്കിയാൽ ഇതിനെ നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ കാണാൻ കഴിയും. ഫ്രണ്ടിസ് മർഫോൾഡ്. ആദ്യം നിങ്ങൾ സ്വയം നിറവ് നേടിയില്ലെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്യാനായി ഒന്നും ഉണ്ടാവില്ല. അതിനാൽ ആദ്യം നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ സന്തോഷത്തിന് ആവശ്യമായത് ആദ്യം ചെയ്യുക. ഓരോ വ്യക്തിയുടെയും സന്തോഷത്തിൻ്റെയും ഉത്തരവാദിത്വം ആ വ്യക്തിക്ക് തന്നെയാണ്. നിങ്ങൾ സ്വയം സന്തോഷത്തിൽ ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങൾക്ക് സുഖാനുഭവം പകരുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സാമീപ്യം മറ്റുള്ളവർക്ക് സന്തോഷം പകരും. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കുഞ്ഞിനും ഓരോ വ്യക്തിക്കും നിങ്ങൾ ഒരു ഉജ്ജ്വലമായൊരു മാതൃകയാവും. നിങ്ങൾ ആനന്ദം അനുഭവിക്കുമ്പോൾ ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടി വരില്ല. സ്വാഭാവികമായ കവിഞ്ഞൊഴുകലായി അത് സംഭവിക്കും. ലിസ നിക്കോൾസ്. ഓരോ ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും എൻ്റെ പങ്കാളി എനിക്ക് എൻ്റെ സൗന്ദര്യം കാണിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാരണം ഞാൻ എൻ്റെ സ്വന്തം സൗന്ദര്യം കണ്ടിരുന്നില്ല. വളരുന്ന പ്രായത്തിൽ എൻ്റെ ആരാധനാപാത്രങ്ങൾ സൂപ്പർ ഹീറോ കഥാപാത്രങ്ങളായ ബയോണിക് വുമൺ, വണ്ടർ വുമൺ, ചാർലീസ് ഏഞ്ചൽസ് തുടങ്ങിയവരായിരുന്നു. അവരെല്ലാം വിസ്മയിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളായിരുന്നു. പക്ഷെ കാണാൻ എന്നെപ്പോലെ ആയിരുന്നില്ല. ഞാൻ ലിസയെ പ്രണയിച്ചു തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ കാപ്പിപ്പൊടി നിറമുള്ള ചർമ്മത്തെ, നിറഞ്ഞ ചുണ്ടുകളെ, ഉരുണ്ട നിതംബത്തെ, ചുരുണ്ട മുടിയെ എല്ലാം പ്രണയിച്ചു തുടങ്ങിയ ശേഷം മാത്രമാണ് ഈ ലോകത്ത് മറ്റാരെങ്കിലും എന്നെ ശരിക്കും പ്രണയിക്കാൻ തുടങ്ങുന്നത്.
നിങ്ങൾ സ്വയം സ്നേഹിക്കാത്ത പക്ഷം നിങ്ങൾക്ക് സുഖാനുഭവം നൽകുന്ന വികാരങ്ങൾ അനുഭവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി സുഖകരമല്ലാത്ത വികാരം തോന്നുമ്പോൾ ഈ പ്രപഞ്ചം നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ സ്നേഹവും നന്മകളും നിങ്ങൾ തടഞ്ഞു നിർത്തുകയാണ്. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി സുഖകരമല്ലാത്ത വികാരം തോന്നുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തന്നെ ഊറ്റി കുടിക്കുന്നത് പോലെ തോന്നും. കാരണം നിങ്ങളുടെ എല്ലാ നന്മകളും ഏത് വിഷയത്തിലായാലും, ആരോഗ്യം, സമ്പത്ത്, പ്രണയം, എല്ലാം തന്നെ ആഹ്ലാദത്തിൻ്റെയും സുഖാനുഭവത്തിൻ്റെയും തരംഗദൈർഘ്യത്തിലാണ്. അളവറ്റ ഊർജ്ജമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ആ വികാരം, ആരോഗ്യത്തിൻ്റെയും സ്വാസ്ഥ്യത്തിൻ്റെയും സുഖം അനുഭവപ്പെടുന്ന വികാരം എല്ലാം സുഖാനുഭവത്തിൻ്റെ തരംഗദൈർഘ്യത്തിലാണ്. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി അസുഖകരമായി തോന്നുമ്പോൾ തുടർന്നും അസുഖകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന തരംഗദൈർഘ്യത്തിലേക്കാണ് നിങ്ങൾ ചെന്നെത്തുന്നത്. നിങ്ങൾ മനസ്സിൻ്റെ ശ്രദ്ധാകേന്ദ്രം മാറ്റണം. നിങ്ങളെ സംബന്ധിക്കുന്ന മനോഹരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങളുടെ നല്ല വശങ്ങൾ കാണുക. ഈ കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ആകർഷണ നിയമം നിങ്ങളെ സംബന്ധിക്കുന്ന കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വഴിയൊരുക്കും. നിങ്ങൾ എന്തിനെപ്പറ്റി ചിന്തിക്കുന്നുവോ അതിനെ നിങ്ങൾ ആകർഷിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിലെ ഒരു നല്ല കാര്യത്തെപ്പറ്റി നീണ്ടു നിൽക്കുന്ന ഒരു ചിന്ത മനസ്സിൽ തുടങ്ങി വയ്ക്കുക എന്നതാണ്. സമാനമായ കുറേ ചിന്തകളെ നിങ്ങൾക്ക് അയച്ചു തന്നുകൊണ്ട് ആകർഷണ നിയമം പ്രതികരിക്കും. നിങ്ങളിലെ നല്ല വശങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. അന്വേഷിപ്പിൻ, കണ്ടെത്തുമെന്നാണല്ലോ. ബോബ് പ്രോക്ടർ. നിങ്ങളിൽ വിശിഷ്ടമായ എന്തോ ഉണ്ട്. കഴിഞ്ഞ 44 വർഷമായി ഞാൻ എന്നെ പഠിക്കുകയാണ്. എനിക്ക് ചിലപ്പോൾ എന്നെ തന്നെ ചുംബിക്കാൻ തോന്നും. നമ്മൾ സ്വയം പ്രണയിക്കാൻ തുടങ്ങുകയാണ്. അഹങ്കാരമോ ഗർവോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരോഗ്യകരമായ ആത്മാഭിമാനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങൾ മറ്റുള്ളവരെയും സ്നേഹിക്കും. മാർസി ഷിമോഫ്. വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിൽ നമുക്കൊക്കെ മറ്റുള്ളവരെ പറ്റി പരാതി പറയുന്ന ശീലമുണ്ട്. എൻ്റെ സഹപ്രവർത്തകർ വെറും മടിയന്മാരാണ്, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്നെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കും, എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ പൊറുതിമുട്ടി എന്നൊക്കെ. അതെല്ലാം എപ്പോഴും മറ്റൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചായിരിക്കും. പക്ഷെ ബന്ധങ്ങൾ നന്നായിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നമ്മൾ ആദരിക്കുന്ന അയാളുടെ ഗുണങ്ങളിലാണ്. നമുക്ക് പരാതിയുള്ള കാര്യങ്ങളിലല്ല. നമ്മൾ പരാതി പറയുന്തോറും അതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാവുക മാത്രമാണ് ഫലം. വ്യക്തിബന്ധത്തിൽ വളരെ രൂക്ഷമായ പ്രശ്നങ്ങളുള്ള സമയമാണെങ്കിൽ പോലും കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല, ഒത്തുപോകാൻ പറ്റുന്നില്ല, എന്നെ അധിക്ഷേപിക്കുന്ന പോലെ തോന്നുന്നു. നിങ്ങൾക്ക് ആ ബന്ധം തിരികെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഒരു കടലാസ് എടുത്ത് അടുത്ത 30 ദിവസവും ആ വ്യക്തിയിൽ നിങ്ങൾ ആദരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതുക. ആ വ്യക്തിയെ സ്നേഹിക്കുവാൻ എന്തെല്ലാം കാരണങ്ങൾ കണ്ടെത്തുവാൻ കഴിയുമോ അതെല്ലാം ആലോചിക്കുക. ആ വ്യക്തിയുടെ നർമ്മബോധത്തെ നിങ്ങൾ ആദരിക്കുന്നു. ഏത് കാര്യത്തിലും പിന്തുണ നൽകുന്ന സ്വഭാവത്തെ നിങ്ങൾ ആദരിക്കുന്നു. അങ്ങനെ ആദരിക്കുന്നതും അംഗീകരിക്കുന്നതുമായ അവരുടെ സൽഗുണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി തിരികെ കിട്ടും. അതോടെ പ്രശ്നങ്ങൾ മാഞ്ഞു പോവുകയും ചെയ്യും. ലിസ നിക്കോൾസ്. പലപ്പോഴും നിങ്ങളുടെ സന്തോഷം സൃഷ്ടിക്കുവാനുള്ള അവസരം നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകും. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അത് സൃഷ്ടിക്കുന്നതിൽ അവർ പരാജയപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ടാണത്? കാരണം നിങ്ങളുടെ ആഹ്ലാദം, നിങ്ങളുടെ നിർവൃതി എന്നിവയുടെ ചുമതല ഏറ്റെടുക്കാൻ ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, ജീവിത പങ്കാളി ഇവർക്കൊന്നും നിങ്ങളുടെ സന്തോഷം സൃഷ്ടിക്കുന്നതിൽ ഒരു സ്വാധീനവുമില്ല. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനുള്ള അവസരം മാത്രമേ അവർക്കുള്ളൂ. നിങ്ങളുടെ ആഹ്ലാദം നിങ്ങൾക്കുള്ളിൽ തന്നെയാണ്. നിങ്ങളുടെ ആഹ്ലാദം മുഴുവനും സ്നേഹത്തിൻ്റെ തരംഗദൈർഘ്യത്തിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്നതും ഏറ്റവും ശക്തിയുള്ളതുമായ തരംഗദൈർഘ്യം. സ്നേഹം എന്നത് നിങ്ങൾക്ക് കൈകൊണ്ട് എടുക്കാൻ കഴിയില്ല, ഹൃദയത്തിൽ അനുഭവിക്കാൻ മാത്രമേ കഴിയൂ. സ്നേഹത്തിൻ്റെ തെളിവുകൾ ആളുകൾ പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ സ്നേഹം എന്നത് ഒരു വികാരമാണ്. സ്നേഹം എന്ന ആ വികാരം പ്രസരിപ്പിക്കാനും പ്രക്ഷേപണം ചെയ്യാനും നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. സ്നേഹം എന്ന വികാരം സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ കഴിവിന് പരിധികളില്ല. നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചവുമായി പരിപൂർണമായും സമന്വയത്തിലാകുന്നു. കഴിയുന്നത്ര എന്തിനേയും സ്നേഹിക്കുക, കഴിയുന്നത്ര എല്ലാവരെയും സ്നേഹിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്നേഹം അനുഭവിക്കുക. അപ്പോൾ സ്നേഹവും ആഹ്ലാദവും 10 മടങ്ങായി നിങ്ങളിലേക്ക് തിരികെ വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനാവും. നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ള കൂടുതൽ കാര്യങ്ങളെ നിങ്ങൾക്ക് എത്തിച്ചു തരാതിരിക്കാൻ ആകർഷണ നിയമത്തിന് കഴിയില്ല. നിങ്ങൾ സ്നേഹം പ്രസരിപ്പിക്കുമ്പോൾ ആഹ്ലാദം നൽകുന്ന എല്ലാ വസ്തുക്കളെയും നിങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ട്, എല്ലാ വ്യക്തികളെയും നിങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നത് പോലെ കാണപ്പെടും. വാസ്തവത്തിൽ അതുതന്നെയാണ് സംഭവിക്കുന്നതും. രഹസ്യം, രത്നച്ചുരുക്കം. നിങ്ങൾ ഒരു ബന്ധം നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചുറ്റുപാടുകളുമെല്ലാം നിങ്ങളുടെ അഭിലാഷങ്ങൾക്ക് വിരുദ്ധമല്ല എന്ന് ഉറപ്പാക്കണം. നിങ്ങൾ ഒരു ബന്ധം നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചുറ്റുപാടുകളുമെല്ലാം നിങ്ങളുടെ അഭിലാഷങ്ങൾക്ക് വിരുദ്ധമല്ല എന്ന് ഉറപ്പാക്കണം. രഹസ്യം, രത്നച്ചുരുക്കമാണ് വായിക്കുന്നത്. നിങ്ങളെ ശ്രദ്ധിക്കുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ആദ്യം നിങ്ങൾ
സ്വയം നിറവ് നേടിയില്ലെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്യാനായി ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ആദ്യം നിങ്ങൾ സ്വയം നിറവ് നേടിയില്ലെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്യാനായി ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുക. അപ്പോൾ നിങ്ങൾ സ്നേഹവും ബഹുമാനവും കാണിക്കുന്ന ആളുകളെ ആകർഷിക്കും. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി സുഖകരമല്ലാത്ത വികാരം തോന്നുന്ന സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന സ്നേഹത്തെ നിങ്ങൾ തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് തുടർന്നും അസുഖകരമായ അനുഭവങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കിത്തരുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും ആകർഷിക്കുന്നു. നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുക. അപ്പോൾ നിങ്ങൾ സ്നേഹവും ബഹുമാനവും കാണിക്കുന്ന ആളുകളെ ആകർഷിക്കും. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി സുഖകരമല്ലാത്ത വികാരം തോന്നുന്ന സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന സ്നേഹത്തെ നിങ്ങൾ തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് തുടർന്നും അസുഖകരമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാക്കിത്തരുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും ആകർഷിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. ആകർഷണ നിയമം നിങ്ങളിൽ ഇനിയും കുറേ നല്ല ഗുണങ്ങൾ കാണിച്ചു തരും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. ആകർഷണ നിയമം നിങ്ങളിൽ ഇനിയും കുറേ നല്ല ഗുണങ്ങൾ കാണിച്ചു തരും. ബന്ധങ്ങൾ വിജയകരമാകണമെങ്കിൽ മറ്റേയാളിൽ നിങ്ങൾ ആദരിക്കുന്ന ഗുണങ്ങളാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, പരാതികളിലല്ല. ഗുണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ കൂടുതൽ നല്ല ഗുണങ്ങൾ തുടർന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കും. ബന്ധങ്ങൾ വിജയകരമാകണമെങ്കിൽ മറ്റേയാളിൽ നിങ്ങൾ ആദരിക്കുന്ന ഗുണങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, പരാതികളിലല്ല. ഗുണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ കൂടുതൽ നല്ല ഗുണങ്ങൾ തുടർന്ന് ലഭിക്കും.